ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് നാളായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം മൈനിങ് പ്രൊജക്റ്റുകളുടെ വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി നോട്ട് കോയിൻ, അതുപോലെ തന്നെ ബോണ്ടെക്സ്, അതേപോലെ തന്നെ OGC മൈനിങ് ആപ്പ്, ഈ 3 മൈനിങ് ആപ്പുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നോട്ട് കോയിൻ്റെ കാര്യം തന്നെ സംസാരിക്കാം. നമ്മൾ ഏകദേശം ഒരു ജനുവരി മാസത്തിൽ തന്നെ നോട്ട് കോയിൻ എങ്ങനെ മൈൻ ചെയ്യേണ്ടത് എന്ന ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒട്ടനവധി ആളുകൾ നല്ല രീതിയിൽ നോട്ട് കോയിൻ ഏൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ നോട്ട് കോയിൻ ഏർലി മൈൻ ചെയ്ത ആളാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈനാൻസ് ലോഞ്ച് പൂളിൽ അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്ന പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു നോട്ട് കോയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു നോട്ട് കോയിൻ മൈനിങ്ങിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബൈനാൻസിൽ മാത്രമല്ല, ടോപ്പ് എക്സ്ചേഞ്ചുകളായിട്ടുള്ള OKX, ബൈബിറ്റ്, KuCoinലൊക്കെ നോട്ട് കോയിൻ്റെ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. മെയ് 16 തീയതിയാണ് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇന്നലെ ഈവനിങ് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ബൈനാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ബൈനാൻസ് നോട്ട് കോയിൻ ലിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് കോയിൻ ടോൺ ബ്ലോക്ക് ചെയിനിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ടോൺ കോയിൻ പോലും ഇതുവരേക്കും ബൈനാൻസിൽ ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഇനി നമുക്ക് തീർച്ചയായിട്ടും ടോൺ കോയിൻ്റെ ലിസ്റ്റിങ്ങും ഉടനെ തന്നെ ബൈനാൻസിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ KuCoin എക്സ്ചേഞ്ചും അതുപോലെ തന്നെ Gate.io എക്സ്ചേഞ്ചിലൊക്കെ നോട്ട് കോയിൻ്റെ പ്രീ മാർക്കറ്റ് സെല്ലിങ്ങും ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ സപ്ലൈയും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഏകദേശം 102 ബില്യൺ നോട്ട് കോയിൻസും ലിസ്റ്റിംഗ് ടൈമിൽ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ വളരെ വലിയ രീതിയിലേക്കൊരു മാർക്കറ്റ് ക്യാപ്പ് ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഏതൊരു പ്രൈസിലായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് വരുന്നതെന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ KuCoinലും അതുപോലെ തന്നെ Gate.ioയിലും ഒക്കെ നോട്ട് കോയിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. പ്രീ മാർക്കറ്റിൽ ഇപ്പം ഒരു നോട്ട് കോയിൻ്റെ പ്രൈസ് സെല്ലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഏകദേശം ഒരു 0.0096 USDT ആണ് ഒരു നോട്ട് കോയിൻ്റെ ആവറേജ് പ്രൈസ് ഇപ്പം കിടക്കുന്നത്. ഈ ഒരു പ്രൈസിൽ തന്നെ ലിസ്റ്റിംഗ് വരികയാണെങ്കിൽ ഏകദേശം നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 നോട്ട് കോയിൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു $100 അടുപ്പിച്ചൊക്കെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എനിവേ നമ്മളിതിൽ യാതൊരുവിധ ഫണ്ടും മുടക്കിയിട്ടില്ല. ജസ്റ്റ് ടെലഗ്രാമിൽ കയറിയിട്ട് നമ്മൾ ഈ ഒരു നോട്ട് കോയിൻ്റെ ഗെയിം ടാപ്പ് ചെയ്ത് കളിച്ചിട്ടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു പ്രൈസിൽ പോലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രൈസിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ മാർക്കറ്റ് ക്യാപ്പൊക്കെ ഏകദേശം ഒരു $1 ബില്യൺ അടുപ്പിച്ച് എത്തേണ്ടി വരും. എന്തായാലും നമുക്ക് 16 തീയതി അറിയാം എത്രത്തോളം പ്രൈസിലായിരിക്കും നോട്ട് കോയിൻ ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നോട്ട് കോയിൻ ക്ലെയിമിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് നോട്ട് കോയിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത മൈനിങ് ആപ്പിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. ബോണ്ടെക്സ് മൈനിങ് ആപ്പിൻ്റെ അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരുടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരാനായിട്ട് പോവുകയാണ്. പക്ഷേ ആ ഒരു എയർ ഡ്രോപ്പിന് നമ്മൾ എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എന്നാലും ഞാനിവിടെ വീണ്ടും പറയാം. അതായത് നിങ്ങളുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ആയിരിക്കണം, 100% കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമും കാര്യങ്ങളുമൊക്കെ ആ ഒരു പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റ്, മെറ്റാമാസ്ക് വാലറ്റ് ഈ ഒരു ബോണ്ടെക്സ് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം 3 റെഫറൽസും അതുപോലെ തന്നെ മിനിമം ഒരു 20 ബോണ്ട് പോയിൻറ്സും ഉണ്ടെങ്കിലേ ഈ ഒരു എയർ ഡ്രോപ്പിന് നമുക്ക് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോണ്ടെക്സിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബോണ്ടെക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതാ ഏകദേശം ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക.
ഇവിടെ നിങ്ങൾ എയർ ഡ്രോപ്പ് സീസൺ 1 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. എനിക്ക് എത്ര ടോക്കൺസ് ആണ് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ളതെന്ന് ഇവരിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 25 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ടോക്കൺസിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഈ ബോണ്ട് പോയിന്റ്സ് എങ്ങനെയാണ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള വാലറ്റിലേക്ക് ഇതിൻ്റെ ക്ലെയിം വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബോണ്ടെക്സ് ടോക്കൺസ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും മറക്കാതെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈനിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ OGC മൈനിങ് ആപ്പാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ലിസ്റ്റിംഗ് ഉടനെ വരാനായിട്ട് പോവാണ്. ഈ ഒരു OGC എയർ ഡ്രോപ്പിന് നമുക്ക് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഈ ഒരു മെയ് ജൂൺ മാസങ്ങളിൽ നിങ്ങൾ മിനിമം 10 ദിവസമെങ്കിലും ഈ ഒരു മൈനിങ് ആപ്പിൽ കയറിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റ്, ടെലഗ്രാം, ട്വിറ്റർ, ഡിസ്കോഡ് തുടങ്ങിയവ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മൈനിങ് പേജിലേക്ക് വരിക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാലറ്റ് ഓൾറെഡി ലിങ്ക്ഡ് ആണ്. അതിനുശേഷം അടിയിൽ ലിങ്ക് സോഷ്യൽ അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാമും ട്വിറ്ററും അതുപോലെ തന്നെ ഡിസ്കോഡും ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ട്വിറ്റർ ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമും ഡിസ്കോഡ് നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഈ 3 മൈനിങ് ആപ്പിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലെ സ്റ്റെപ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.